വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ചിട്ട് ചേർത്തിട്ടും അങ്ങനെ ഉണ്ടാക്കാം. ചെറുപയർ എടുത്തിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ ഞാനിത് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഒരു വലിയ ഉള്ളിയും കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കുക. ചെറുപയർ ഒത്തിരി നേരം അങ്ങ് കുതിർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. പച്ചമുളക് അത്യാവശ്യം ഇട്ട് കൊടുക്കണം. വേറെ എരിവിനായിട്ട് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ചെറുപയർ ഒത്തിരി അങ്ങോട്ട് വെന്ത് പോകരുത്. ഒരു വിസിലൊക്കെ വരുമ്പോഴത്തേന് റെഡിയായി കിട്ടും. അപ്പോഴേ ഓപ്പൺ ചെയ്ത് നോക്കണം. ഒത്തിരി അങ്ങോട്ട് വെന്ത് പേസ്റ്റ് രൂപത്തിലായി പോകരുത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് കുക്കർ സ്റ്റൗവിൽ വയ്ക്കാം. ഒരു വിസിലെല്ലാം വരുമ്പോഴത്തേന് റെഡിയായി കിട്ടും. അപ്പോൾ അത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട്. ഒത്തിരി അങ്ങോട്ട് വേവിച്ച് പേസ്റ്റാക്കി കളയരുത്. കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ ഉപ്പിട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ തേങ്ങാ പൗഡർ കലക്കിയിട്ടും ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. തേങ്ങാ പൗഡർ ഇളം ചൂടുവെള്ളത്തിൽ നല്ലപോലെ കലക്കിയെടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. തരിതരിപ്പായിട്ട് തേങ്ങ കെടുക്കരുത്. അപ്പോൾ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മല്ലിയില മസ്റ്റ് നിങ്ങൾ ഇട്ട് കൊടുക്കണം. എങ്കിലേ നല്ല ടേസ്റ്റ് വരുള്ളൂ കറിക്ക്. അതേപോലെ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി നേരം ഇട്ടിട്ട് തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതിയാകും. ഇനി ഇതൊന്ന് വറവിടാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി ഈ ഒരു പരുവത്തിന് വേണം കറി എടുക്കാനായിട്ട്. ഒത്തിരി ലൂസാക്കിയിട്ടും ഒത്തിരി കട്ടിക്കും എടുക്കരുത്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.